എനിക്ക് ഗോത്രയിൽ സബർമതി എക്സ്പ്രസിന്റെ എസിക്സ് കോച്ച് കത്തിച്ചത് ഇസ്ലാമിക തീവ്രവാദികളാണ് അവശേഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയിലെ കൗസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടിമാറ്റിയതുകൊണ്ട് കൗസർ ബാനു ഇല്ലാതാവുന്നില്ല, കൗസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല, കൗസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഭ്രൂണം ഇല്ലാതാവുന്നില്ല, ചരിത്രം ഇല്ലാതാവുന്നില്ല. നിങ്ങൾക്ക് ചരിത്രത്തെ പകുതിയാക്കി വെട്ടിമുറിച്ച് പറയാൻ നാണമില്ല. ഇത്രയും നാണം കേട്ട ഒരു ചരിത്രം വെട്ടിമുറിച്ചു എന്ന് പറയാനുള്ള നാണം പോലും നോക്കില്ല. ഇവളൊരു സ്ത്രീയല്ല, BJP ആശയങ്ങൾ പേറുന്ന വെറും മുന്ന മാത്രം. നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തെറ്റ് ചെയ്തവനെ കുറെ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവനെ അവിടെ ഇട്ട് വെട്ടിക്കൊന്ന് അവന്റെ ഗർഭിണിയായ ഭാര്യയുടെ വയറും കുത്തിപ്പൊളിച്ച് അവരെ കൊല്ലുന്നതാണോ ഇവർ ഉയർത്തി കാണിക്കുന്ന ഒരു ചരിത്രം? അതാണോ ഇവർ അഭിമാനത്തോടെ പൊക്കിപ്പിടിക്കുന്ന ആ ചരിത്രം? 59 പേരുടെ കൊലപാതകത്തിന് പകരമായി 970 പേരുടെ ജീവൻ അവിടെ ബലി കഴിപ്പിച്ചു. ഗോദ്ര ട്രെയിൻ കത്തിച്ചു. അതൊരു കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ അതൊരു തീവ്രവാദമാണ്. ആ ട്രെയിനിന്റെ ഉള്ളിലുണ്ടായിരുന്നവരും ഒന്നും അറിയാത്തവരാണ്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാം അതിനകത്തുണ്ട്. അവർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യണം. അതിന് നിങ്ങൾ പകരം വീട്ടി ഇല്ലാതാക്കിയത് ഒന്നും അറിയാത്ത 970ഓളം മനുഷ്യരെയാണ്. ഗോദ്ര ട്രെയിൻ കത്തിച്ചത് തീവ്രവാദികളാണെങ്കിൽ ഗുജറാത്ത് കലാപം നടത്തിയതും തീവ്രവാദികളാണ്. എന്നിട്ടും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന നിങ്ങളെ ഒരു സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ മനുഷ്യനായിട്ട് പോലും കൂട്ടാൻ പാടില്ല. കാരണം തിരിഞ്ഞിക്കുമ്പോൾ പുറത്തു വെട്ടും. ഒരു സീനിയർ ജേർണലിസ്റ്റ് ആയിട്ട് പോലും ഒരു മനുഷ്യനോ സ്ത്രീയോ കുട്ടിയോ എന്നുള്ള ഒരു പരിഗണന പോലും അവളുടെ മനസ്സിലില്ല. പുതുതലമുറയ്ക്ക് ഇവർ എന്ത് മെസ്സേജാണ് കൊടുക്കണേ? ഒരു സംഖ്യയെ കൊന്നാൽ തിരിച്ചും കൊല്ലുക എന്നുള്ള മൂഢ ലോകത്തെ ഇവർ ജീവിക്കണേ. ഇവരുടെയൊക്കെ തലമുറ കൊന്നും കൊടുത്തും ജീവിക്കണം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു ഇവര്.